ഏത് ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ വീട്ടിലേക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ സ്പെഷ്യലാണ്. മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു 3 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ അരി ശരിക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അതുപോലെ ശരിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു. മെഷർ ചെയ്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് നമ്മളിത് ലൂസായിട്ട് വേവിക്കുന്നതായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തു, ഹോൾ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗ്രാമ്പൂ പട്ട അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഇതൊരു 80% ഒക്കെ വേവായാലും മതി. ആ സമയത്തേക്ക് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കണം. ഇതുപോലെ ഇങ്ങനെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കളറുള്ള മുളക് പൊടിയും പിന്നെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും അതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ 1.5 സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരും കൂടെയും ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് ശരിക്ക് മിക്സായി വന്ന് കഴിയുമ്പം ആ മിക്സായി വന്നിരിക്കുന്ന കൂട്ടിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന പനീർ പീസാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരപ്പിടി പുതിനയിലയും 3/4 പിടിയോളം മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഈ അരച്ചെടുത്തിരിക്കുന്ന മിക്സും നമുക്കിവിടെ നീക്കി വയ്ക്കാം. കുറച്ച് സമയം കഴിയുമ്പം ഇതും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെറിയൊരു സവാള തീരെ തിൻ സ്ലൈസായിട്ട് മുറിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ സവാള നമുക്ക് ശരിക്കൊന്ന് ഇത് നല്ലപോലെ പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് വേണേൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ശരിക്കും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അതിന് ശേഷം കുറച്ച് കാഷ്യൂസും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. കാഷ്യൂസ് വറുത്തതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് റൈസിൻസും കൂടെയും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് ആ സെയിം പ്ലേറ്റിലേക്ക് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഗാർണിഷ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഈ വറുത്തെടുത്തിരിക്കുന്നതെല്ലാം നമുക്കിവിടെ ഒന്ന് നീക്കി വയ്ക്കാം. ഇതുപോലെ ഇത്രയും വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നീക്കി വയ്ക്കാം. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ ബാക്കിയുള്ള നെയ്യോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചതും 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു 6-7 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പം അതിലേക്ക് ഒരു സവാള നമുക്ക് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാള ശരിക്കൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകോടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സവാളയൊന്ന് മയം വരാനായിട്ട് വേവിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീരെ നൈസായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പനീർ ആയതുകൊണ്ട് അധികം വേകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ സവാള ഇവിടെ ഇങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ വഴന്നിരിക്കുന്ന സവാളയിലേക്ക് ശരിക്കും ഇനി കുറച്ച് പൊടികളും അതെല്ലാം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇവിടെ സവാള പകുതിയായിട്ട് വേവായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാലയല്ല, ഇതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നവരേക്ക് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം മാറി കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിന് മുന്നേ തന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. ഒരു 2 സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസോളം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പം ഇതിലേക്ക് ശരിക്കും പാകത്തിനുള്ള ഗ്രേവി ആയി കിട്ടും. ഇപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടെയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഇത്രയും അതിലുള്ള ഗ്രേവി ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് യോജിപ്പാക്കി എടുക്കുക. അതിന് ശേഷം ഇതിപ്പോൾ ഈ ഗ്രേവിയും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ എല്ലാം പ്രിപ്പറേഷനെല്ലാം റെഡി ആയിട്ടുണ്ട്. തയ്യാറായിരിക്കുന്ന ഗ്രേവിയും നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾക്ക് ഈ ബിരിയാണി ഒന്ന് ദം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല അടി കട്ടിയുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്തിരിക്കുന്ന പനീർ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നല്ല അടി കട്ടിയുള്ള കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമ്മൾക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ നെയ്യ് നമ്മൾക്ക് കുക്കറിൽ എല്ലായിടത്തും ആക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മേലേക്ക് നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെയും കുറച്ചും കൂടെ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു 2-3 ലെയറായിട്ട് ഇത് ഫുള്ളൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതായത് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്നല്ലോ പനീർ. ആ പനീറും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയിലായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഗ്രേവി കൂടെ അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വറുത്ത് വെച്ചിരുന്ന സവാള, കാഷ്യൂസ്, കിസ്മിസ് അതെല്ലാം ചേർത്ത് കൊടുക്കണം. ബാക്കി ഫുള്ളുള്ള ഗ്രേവി ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് മല്ലിയിലയും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയനും കാഷ്യൂസും റൈസിൻസും അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്, ശരിക്കും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. റൈസ് ഇപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പം ഒട്ടും കാണില്ല. ഇനിയാണ് ഇതൊന്ന് ദമ്മിടാൻ പോകുന്നത്. ബാക്കിയുള്ള നെയ്യോടെ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്ന് കുക്കറൊന്ന് ടൈറ്റായിട്ട് അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്കിതൊരു ഏറ്റവും ലോ ഫ്ലെയിമിൽ നമ്മുടെ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്യുക. ശരിക്കും ഒന്ന് ആവി കയറ്റുക. എല്ലായിടവും ഒരേപോലെ ഒന്ന് ആവി കയറ്റുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് വെയിറ്റ് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കുന്നത്. 5 മിനിറ്റ് വെച്ചാൽ മതി, ശരിക്കും ആവി കയറും. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വിഭവമാണ്. നമുക്കിത് ഫുള്ളൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓരോ പാർട്ടായിട്ട് അങ്ങനെയും എടുക്കാം. ഇപ്പം ഞാൻ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫുള്ള് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിങ്ങനെ ഓരോ പാർട്സായിട്ടാണ് എടുക്കാൻ പോകുന്നത്. എടുക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ പാർട്ട് ഇങ്ങനെ അടിവരേക്ക് ഫുള്ള് നമ്മൾക്കിതുപോലെ ഇങ്ങനെ തവി വെച്ചിട്ട് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ദമ്മിടുന്ന സമയത്ത് നിങ്ങൾ ആ ഡെക്കറേറ്റ് ചെയ്ത റൈസിൻസും കാഷ്യൂസും വറുത്ത ഒണിയനെല്ലാം ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പൈനാപ്പിൾ പീസ് കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ബിരിയാണി കുറച്ചും കൂടെ ഒരു മധുരം കൂടി ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ റെസിപ്പി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ വേറൊരു ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു.